തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ സംഘടനാ വ്യാപാരികൾക്ക് 25 ലക്ഷം രൂപയുടെ സൗജന്യ മെഡിക്കൽ ഹെൽത്ത് പാക്കേജ്. നമസ്കാരം, നാട്ടുരാജ്യം ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ച് 25 ലക്ഷം രൂപയുടെ സൗജന്യ മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ്. തൊടുപുഴയിലെ അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയർമാൻ ബഹുമാന ഹാജി മൂസ അവർകൾ മർച്ചന്റ് അസോസിയേഷൻ വ്യാപാരി പ്രസിഡന്റ് രാജി തരണയുമായിട്ടുള്ള നിലവിലെ വ്യാപാരി വ്യവസായികളുടെ പ്രതിസന്ധികൾ മനസ്സിലാക്കിക്കൊണ്ട് വ്യാപാരി വ്യവസായി സംഘടനകളുമായുള്ള അവിഭാജ്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനു വേണ്ടി അൽ-അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ ബഹുമാന ഹാജി മൂസ അവറുകളുടെ വലിയ കാരുണ്യ പദ്ധതികളുടെ ഒന്നു മാത്രമാണ് വ്യാപാരി സമൂഹത്തിനുള്ള ഈ മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ്. ഈ മെഡിക്കൽ ആനുകൂല്യ പാക്കേജിൽ ലാബ് പരിശോധനകൾക്ക് കൂടാതെ തന്നെ ജനറൽ മെഡിസിൻ, ത്വക്കുരോഗം, ENT, അസ്ഥിരോഗം, ശ്വാസകോശ രോഗങ്ങൾ, ഗൈനോക്കോളജി തുടങ്ങിയ 12ഓളം രോഗവിദഗ്ധരുമായിട്ടുള്ള ഡോക്ടർമാരെ കൂടിക്കാഴ്ചയ്ക്ക് രോഗനിർണയത്തിനും ഡോക്ടർമാരുടെ സൗജന്യ സേവനമാണ് ഈ പദ്ധതിയിലൂടെ വ്യാപാരികൾക്ക് പ്രയോജനം ചെയ്യുന്നത്. അസോസിയേഷൻ സെക്രട്ടറി PK നവാസ് സ്വാഗതം പറഞ്ഞ യോഗത്തിന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചുള്ള ഈ യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണയിൽ, മറ്റ് മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ അൽ-അസ്ഹർ CO സുധീർ ബാസൂരി, ഡോക്ടർ പൈജാസ് മൂസ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അൽ-അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപാരി ഭവനിൽ നടന്ന യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഓരോ ദിവസവും വരുമ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും 3 മണി മുതൽ ഇവിടെയുണ്ട്. ഒരു ദിവസമെങ്കിലും ഒരാൾ ചികിത്സാ ആനുകൂല്യം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരാതിരിക്കുന്നില്ല. കാരണം നമ്മൾ ഒരു ചികിത്സാ ആനുകൂല്യം കൊടുക്കണമെങ്കിൽ നമ്മൾ അപേക്ഷ സ്വീകരിക്കണം, അത് കമ്മിറ്റി പാസ്സാക്കണം. ഇത് പലരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെ മറികടക്കാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയങ്കരനായ സുധീർ സാറ് നമ്മൾ കാണുകയും പുള്ളി മൂസ സാറിൻ്റെ അടുത്ത് ഞങ്ങളെ കൊണ്ടുപോവുകയും മൂസ സാർ നല്ലൊരു പ്രപ്പോസൽ വയ്ക്കുകയും ഞങ്ങളത് ആലോചിച്ച് നമുക്ക് വ്യാപാരികൾക്ക് എങ്ങനെ ഗുണം ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊടുപുഴയിൽ 1600ഓളം മെമ്പർമാർ നമുക്ക് നിലവിലുണ്ട്. അവർക്ക് 1500 രൂപയുടെ ബ്ലഡ് ടെസ്റ്റ് സൗജന്യമാണ്. ഇതിനു മുമ്പ് നമ്മൾ ക്യാമ്പുകൾ നടത്തുന്നതെല്ലാം പകുതി പൈസയോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് എമൗണ്ട് അടച്ചുകൊണ്ടുള്ളൊരു സ്കീമാണ്. ഇന്ന് വ്യാപാരികളെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് പറയാം. അപ്പം അവർ പറഞ്ഞൊരു ഓഫർ ഏതാണ്ട് 1600 × 1500 24 ലക്ഷം രൂപ 25 ലക്ഷം രൂപയോളം അവർക്ക് അൽ-അസ്ഹറുകാർ നമുക്ക് സൗജന്യമായി തരികയാണ്. അത് മാത്രവുമല്ല, ഇവരെ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏതാണ്ട് 12ഓളം ഡോക്ടർമാരെ നമ്മൾ സൗജന്യമായി അവർ കൺസൾട്ട് ചെയ്യും. എന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അത് നടത്തും. നമുക്ക് ലഭിക്കുവാൻ പോകുന്നു. ഇത് നമ്മൾ സാധാരണക്കാരായ വ്യാപാരികളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ഇത് തൊടുപുഴയിലെ ഒരു ചരിത്ര നേട്ടമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇത്രയും രൂപയുടെ ആനുകൂല്യങ്ങൾ ഒരു വ്യാപാര സംഘടനയും ഇതുവരെ ചെയ്തിട്ടില്ല. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലും എനിക്കറിയില്ലായിരുന്നു. കാരണം തൊടുപുഴ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഹൈദരാബാദ് പോലുള്ള മെട്രോയിൽ പോലും വർക്ക് ചെയ്ത് എനിക്ക് തൊടുപുഴ മനസ്സിലാക്കാൻ ഏകദേശം 6 മാസത്തോളം എനിക്ക് സമയമെടുത്തു. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വർക്ക് ചെയ്തതാണ്. പിന്നെ തൊടുപുഴ പോലെയുള്ള ഒരു സ്ഥലം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു അവസരം കിട്ടിയത് തന്നെ അൽ-അസ്ഹർ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള ഞങ്ങളും അഭിമാനകരമായ ഒരു മുഹൂർത്തമായി കാണുന്നു. കിട്ടുന്ന ഓരോരുത്തർക്കും അൽ-അസ്ഹർ മെഡിക്കൽ കോളേജ് ഒരു വർഷം ഡോക്ടേഴ്സിന് 1 രൂപ പോലും കൊടുക്കാതെ നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ പറ്റും. അതായത് കാർഡുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കാരണം ഓരോരു കാർഡും 1500 രൂപേൻ്റെ മേലെ കോസ്റ്റ് വരുന്നതാണ്. രാജേട്ടൻ ഈ പ്രപ്പോസൽ ആദ്യം സംസാരിച്ചപ്പോൾ കറക്റ്റാണ് പറഞ്ഞത്, 10% എന്നാണ് പറഞ്ഞത്. പിന്നെ ചെയർമാനെ നേരിട്ട് കാണുകയും സുധീർ സാർ വഴി ഇങ്ങനെ ഒരു ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഗൈനക്കോളജി, ഓർത്തോ, സർജറി എല്ലാം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയ ഡോക്ടർമാരാണ് അവിടെ ഉള്ളത്. തോമസ് സാറുണ്ട്. ഗൈനക്കോളജിയിലൊക്കെ 20ഓളം ഡിപ്പാർട്ട്മെൻറ്റുള്ള ഒരു ഹോസ്പിറ്റൽ തൊടുപുഴയില്ല.
പിന്നെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് അല്ലസർ ഹോസ്പിറ്റലിലോ ഡെൻ്റൽ കോളേജിലോ എവിടെ വന്നാലും സാധാരണ മാനേജ്മെൻറ്റിലെ ആൾക്കാരെ കാണാൻ പാടായിരിക്കും. എന്തുണ്ടെങ്കിലും ഒന്ന് ഫോൺ കോൾ ചെയ്യുമോ അല്ലെങ്കിൽ സുധീർ സാറിനെ കാണുമോ, എന്തുണ്ടെങ്കിലും അതിനുള്ള സൊല്യൂഷൻ അപ്പം തന്നെ കാണും. തൊടുപുഴയിൽ നിരവധിയായ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും സാക്ഷ്യം വഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് വ്യാപാരി വ്യവസായി എന്ന് പറയുന്നത്. സാധാരണ എല്ലാ കാലത്തും വ്യാപാരി സമൂഹം അങ്ങോട്ട് കൊടുക്കുകയാണ് പതിവ്. പക്ഷെ വ്യത്യസ്തമായി ഇങ്ങോട്ട് കിട്ടുന്ന ഒരു, എനിക്ക് തോന്നുന്ന അപൂർവം ചില കാര്യങ്ങളിലൊന്നായിരിക്കും ഈ ചടങ്ങ് എന്ന് ഞാൻ കരുതുന്നു. എല്ലാം നടത്തി വരുന്ന ഒരു പ്രബലമായ അസോസിയേഷനാണ് തൊടുപുഴ മർച്ചൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആദ്യകാലം മുതലുള്ള ആളുകൾ വളരെ പ്രഗത്ഭരായിരുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ കാലഘട്ടത്തിലൊക്കെ വളരെ അറിയപ്പെടുകയും സജീവമായി പൊതുകാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്ന നിരവധി ആളുകളും ഇതിന്റെ മുൻഗാമികളായുണ്ട് ഞാൻ കാണുകയാണ്. കാരണം 1600ഓളം വരുന്ന വ്യാപാരി സമൂഹത്തിന് സൗജന്യമായി ഒരു രക്തപരിശോധന, അത് ഏതാണ്ട് 1600-1500ഓളം രൂപ ചിലവ് വരുന്ന ആ ഒരു പരിശോധന നടത്തുന്നതിന് നമുക്കറിയാം, പലരും വളരെ ആരോഗ്യത്തോടു കൂടി അതുപോലെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നടക്കുന്നു. നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും പോയി ഒരു പരിശോധന നടത്താറില്ല. സംബന്ധിച്ച് ചിലപ്പോൾ പ്രഷറോ അല്ലെങ്കിൽ ഷുഗറോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒക്കെ അസുഖങ്ങളുടെ ഒരു തുടക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചൊരു 45 വയസ്സൊക്കെ കഴിയുമ്പോൾ അതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്തായാലും അത് നമുക്ക് നമ്മളൊരു അസുഖം വരുമ്പോഴല്ല, ഒരു വിഷമം വരുമ്പോഴാണ് നമ്മൾ പരിശോധനയ്ക്ക് പോകുന്നത്. പക്ഷേ ഇത് പോയി നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ രോഗത്തിന്റെ തുടക്കമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് ഒരവസരമാണ് ഇവിടെ മർച്ചൻസ് അസോസിയേഷൻ ഒരുക്കിയിരിക്കുന്നത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് കെ വിജയൻ.